Hello my dear students, welcome back to the new session of Python programming. In the previous session, we have studied what are decision making statements and also discussed about two decision making statements that are simple if and if else statements. They are mainly used to check a single condition. Today, we will study about the remaining conditional statements that are if, else, ladder and nested if else statements, which are used to check multiple conditions. First, if, else statement, that is also known as else if ladder, which is used to chain multiple conditions one after another. When we have more than one condition to check, we can use it. It is the syntax of if, else statement, that is else ladder. First, first if statement, adinishesham oru condition, if condition, then oru colon, then adinishesham if ne corresponding aayittulla statements. Then next elif. നിങ്ങൾ ഓൾറെഡി എൽഇഫ് ലാഡർ സിയിൽ പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക എൽസിഫ് എന്നാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് എൽഇഫ് ആണ്, നോട്ട് എൽസിഫ്. ഇത് ശ്രദ്ധിക്കണം. എൽഇഫ്, ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ നെക്സ്റ്റ് വീണ്ടും എൽഇഫ്, അതിനുശേഷം കണ്ടീഷൻ കോളൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെ എത്ര എൽഇഫ് സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും വെക്കാം. ദെൻ ലാസ്റ്റ് എൽസ് സ്റ്റേറ്റ്മെന്റ്, എൽസ് കോളൻ, അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇങ്ങനെയാണ് ഒരു ഇഫ്, എൽഇഫ്, എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് വരുന്നത്. ഇവിടെ വർക്കിംഗ് എങ്ങനെയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടാവും. വി ക്യാൻ ഗിവ് എനി നമ്പർ ഓഫ് കണ്ടീഷൻസ്. ഓക്കെ, ഓരോ കണ്ടീഷനും നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച പോലെ തന്നെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഈ കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയ്തർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ ആയിരിക്കും കിട്ടുക. ഫസ്റ്റ് കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വണ്ണിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ, ഇവിടെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതിനുശേഷം താഴെയുള്ള ഒരു കണ്ടീഷനും ചെക്ക് ചെയ്യില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല, നേരെ ഈ ബ്ലോക്ക് ഒന്ന് പുറത്തേക്ക് കിടക്കും. ഓക്കെ, ദെൻ ഇഫ് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ദെൻ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗോസ് ടു നെക്സ്റ്റ് കണ്ടീഷൻ. ദാറ്റ് ഈസ് ഈ സ്റ്റേറ്റ്മെന്റ് 1 സ്കിപ്പ് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഈ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല, പകരം അടുത്ത ദാറ്റ് ഈസ് എൽഇഫ് കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. ഇത് അഗെയിൻ ട്രൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതിനുശേഷം താഴെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ നേരെ പുറത്തേക്ക് വരും. ഓക്കെ, ദെൻ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ മാത്രം അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഇത് ട്രൂ ആണെങ്കിൽ അഗെയിൻ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പുറത്തേക്ക് വരും. അങ്ങനത്തെ കേസിലൊന്നും ഈ എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. അപ്പം നമുക്ക് എത്ര കണ്ടീഷൻസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ എൽഇഫ് സ്റ്റേറ്റ്മെന്റ്സിന്റെ എണ്ണം കൂടും. ഇവിടെ നമുക്ക് 3 കണ്ടീഷൻസ് ആണ്. സോ 2 എൽഇഫും ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റും ആണ് ഉള്ളത്. ദെൻ ലാസ്റ്റ് വരുന്നത് എൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഇവിടെ പറയുന്ന എല്ലാ കണ്ടീഷനും ഫോൾസ് ആവുന്ന കേസിൽ മാത്രമാണ് ഈ എൽസ് സ്റ്റേറ്റ്മെന്റ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റുകളും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ദെൻ കൺട്രോള് ഈ ഫുൾ ഇഫ് എൽസ് ബ്ലോക്ക് നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് ചെയ്യുക. ഇവിടുത്തെ എല്ലാ കണ്ടീഷനും ഫോൾസ് ആവുന്ന കേസിൽ നേരെ എൽ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്ത് ദെൻ പ്രോഗ്രാം പുറത്തേക്ക് കിടക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എൽസ് എന്ന് പറയുന്ന കേസ് ഓപ്ഷണൽ ആണ്. സിയിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇഫ് എൽസ് ലാഡറിൽ എൽസ് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കേസിൽ മാത്രം എൽസ് അവിടെ വെച്ചാൽ മതി. എൽസ് വെക്കുന്നത് എന്തിനാണെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആവുന്ന കേസിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനാണ് ഇങ്ങനെ ഒരു എൽസ് കേസിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പം മുകളിലത്തെ എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആണ്, എൽസ് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ യാതൊരു സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യാതെ തന്നെ ഈ ബ്ലോക്ക് നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ്, എൽഇഫ്, എൽസ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമുക്ക് ഈ എൽഇഫ് കണ്ടീഷൻസ് എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എൽഇഫ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് കണ്ടീഷൻസ്. നമ്മുടെ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത് നമുക്ക് എത്രത്തോളം വേണമെങ്കിലും വലുതാക്കാനായിട്ട് പറ്റും. സോ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്കൊരു ചെയിൻ പോലെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എൽഇഫ് ലാഡർ ഓർ ഇഫ്, എൽഇഫ്, എൽസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദിസ് ഈസ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ഇഫ്, എൽഇഫ് ലാഡർ.
ദാറ്റ് ഈസ് ഫസ്റ്റ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം കൺട്രോൾ പുറത്തേക്ക് കിടക്കും. ദാറ്റ് ഈസ് ഈ ഇഫ് എൽ ഇഫ് ലാഡറിന് പുറത്തേക്ക് കിടക്കും. ഓക്കെ, ഈ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മാത്രം അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നമ്മുടെ ഇഫ് എൽ ഇഫ് ലാഡറിന് പുറത്തേക്ക് കിടക്കും. ഇതും ഫോൾസ് ആണെങ്കിൽ മാത്രം തേർഡ് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ഇഫ് എൽ ഇഫ് ലാഡറിന് പുറത്തേക്ക് കിടക്കും. അതല്ല ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസിൽ ബോഡി ഓഫ് എൽസിന്റെ പാർട്ട് ഉണ്ടെങ്കിൽ മാത്രം എൽ സ്റ്റേറ്റ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഈ ഇഫ് എൽ ഇഫ് ലാഡറിന് പുറത്തേക്ക് കിടക്കും. ഇങ്ങനെയാണ് പൈത്തണിൽ ഇഫ് എൽ ഇഫ് ലാഡർ വർക്ക് ചെയ്യുന്നത്. സെയിം ആ സിയിലും ഒരു ഇഫ് എൽസ് ഇഫ് ലാഡർ വർക്ക് ചെയ്യുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, ദെൻ കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇവിടെ ഒരു കുട്ടിയുടെ മാർക്ക് എൻട്രി ചെയ്യുന്നതിനനുസരിച്ച് ആ കുട്ടിക്ക് കിട്ടിയ ഗ്രേഡ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ വഴി മാർക്ക് എൻട്രി ചെയ്യാണ്. ഓക്കെ, ആ എൻട്രി ചെയ്യുന്ന മാർക്ക് നമ്മളിവിടെ കമ്പയർ ചെയ്യാണ്. ഫസ്റ്റ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ പാരന്തസിസ് യൂസ് ചെയ്യാം. ഇഫിന് ശേഷം വേണമെങ്കിൽ പാരന്തസിസ് യൂസ് ചെയ്യാം. ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടില്ല, വെറുതെ സ്പേസ് ഇട്ടിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ആദ്യം ആ മാർക്ക് 89ന് മേലെയാണോ എന്ന് ചെക്ക് ചെയ്യും. 89ന് മേലെയാണെങ്കിൽ ആ കുട്ടിക്ക് എ എന്ന് പറഞ്ഞ ഗ്രേഡാണ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് 89 അല്ലെങ്കിൽ അടുത്തത് 79 ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിൽ 79ന് മേലെയാണെങ്കിൽ ആ കുട്ടിക്ക് ബി ഗ്രേഡ് ആവും. ദെൻ 79ന് മേലെയല്ല, അങ്ങനെയാണെങ്കിൽ 69ന് മേലെയാണോ നോക്കും. അങ്ങനെയാണെങ്കിൽ സി ഗ്രേഡ് കിട്ടും. അതും അല്ലാത്ത കേസിൽ 59ന് മേലെയാണോ നോക്കും. അതാണെങ്കിൽ ഡി ഗ്രേഡ് കിട്ടും. ഈ ഒറ്റ കണ്ടീഷൻസും മാച്ച് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് 59ന് മേലെയല്ല, 59ന് താഴെയാണെങ്കിൽ ആ കുട്ടി ഫെയിലായി എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇതിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഈ എൽ ഇഫ് ലാഡർ വെച്ചിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കൺസിഡർ ദീസ് ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് 75 ആണ് ആ കുട്ടിക്ക് കൊടുത്ത മാർക്ക് എന്ന് വിചാരിക്കുക. ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് 75 ആണെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യും ആ മാർക്ക് ഗ്രേറ്റർ ദാൻ 89 ആണോന്ന്. അപ്പോൾ ഇവിടെ ഫോൾസ് ആണ്, കാരണം 75 ഗ്രേറ്റർ ദാൻ 89 അല്ല. സോ ഇവിടെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ നേരെ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. മാർക്സ് ഗ്രേറ്റർ ദാൻ 79 ആണ്. ദാറ്റ് ഈസ് 75 ഗ്രേറ്റർ ദാൻ 79 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെയും ഫോൾസ് ആണ് വരുന്നത്. സോ ഇവിടെയും എക്സിക്യൂട്ട് ചെയ്യില്ല. നെക്സ്റ്റ് എൽ ഇഫ് ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് 75 ഗ്രേറ്റർ ദാൻ 69 ആണോ നോക്കും. ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ ആയിട്ടുണ്ട്. സോ ഏത് എൽ ഇഫ് കണ്ടീഷൻ ആണോ ട്രൂ ആയിട്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. സോ നമുക്ക് കിട്ടും ഗുഡ് യുവർ ഗ്രേഡ് ഈസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ബാക്കി ഇതിനടിയിലുള്ള യാതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഏത് സ്റ്റേറ്റ്മെന്റ് ആണോ അത് മാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിന് പുറത്തേക്ക് എടുക്കും. സോ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഇഫ് എൽ ഇഫ് ലാഡർ. നെക്സ്റ്റ് one more statement, that is nested if else statement. ഇതും നിങ്ങൾ ഓൾറെഡി സിയിൽ ഫെമിലിയർ ആയിരിക്കും. ദാറ്റ് ഈസ് നെസ്റ്റഡ് എന്നുള്ള വാക്ക് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഒരു ഇഫ് എൽസിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എൽസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കണ്ടീഷൻസ് സീരീസ് ആയിട്ട് നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് നെസ്റ്റഡ് ഇഫ് എൽസും. ദാറ്റ് ഈസ് ഒരു ഇഫ് എൽസിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എൽസ് യൂസ് ചെയ്യും. വെൻ എ സീരീസ് ഓഫ് ഡിസിഷൻസ് ആർ ഇൻവോൾവ്ഡ് വി മേ ഹാവ് ടു യൂസ് മോർ ദാൻ വൺ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് in the nested form. In very simple words, nested if statement is an if statement inside another if statement. ഓക്കെ, നമുക്ക് പല രീതിയിൽ നെസ്റ്റഡ് എഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഒരു ഇഫ് എൽസിൻ്റെ ഉള്ളിൽ വേറെ ഇഫ് എൽസ് എഴുതുന്നത് പല രീതിയിൽ പറ്റും. ദിസ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ. ദാറ്റ് ഈസ് ഇതൊരു സിൻടാക്സ് ആണ്. ഇതല്ലാതെ നമുക്ക് പല മെത്തേഡിൽ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിൻടാക്സ് ഓഫ് നെസ്റ്റഡ് ഇഫ് എൽസ്. ഇവിടെ എങ്ങനെയാണെങ്കിൽ 3 ഇഫ് കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇഫ് കണ്ടീഷൻ 1, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ്, ദാറ്റ് ഈസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്, ഈ ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നെക്സ്റ്റ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് ഇതിനെ റൈറ്റ് സൈഡിലേക്ക് നീക്കി എഴുതിയിരിക്കുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഗെയിൻ ഒരു ഇഫ് കണ്ടീഷനാണ്. ദാറ്റ് ഈസ് കണ്ടീഷൻ 2. അതിൻ്റെ ഉള്ളിൽ വീണ്ടും നെക്സ്റ്റ് ഒരു ഇഫ് കണ്ടീഷനാണ്. സോ ഇവിടെയും വീണ്ടും നമ്മൾ ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്തിരിക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് നീക്കി ചെയ്തിരിക്കുന്നു. സോ ഓരോ ഇഫ് കണ്ടീഷനും ഒരു ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ പൈത്തണിൽ പറഞ്ഞ പോലെ തന്നെ ബ്രേസുകൾ യൂസ് ചെയ്യില്ല. സോ ഒരു ഇഫിൻ്റെ ഉള്ളിലാണ് വേറൊരു ഇഫ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഇൻഡൻറ്റേഷൻ വെച്ചിട്ടാണ് അതിനെ ഉള്ളിലേക്ക് നീക്കി എഴുതുന്നത്. ദെൻ ഈ ലാസ്റ്റ് തേർഡ് ഇഫിന് ശേഷമാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 വരുന്നത്. സോ ഇഫ് കണ്ടീഷന് അനുസരിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇതിൻ്റെ ഉള്ളിലാണെന്ന് കാണിക്കാനായിട്ട് ഇവിടെ ഇൻഡൻറ്റേഷൻ വെച്ച് എഴുതുന്നു.
ദെൻ ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽസ് ആണ് ഇത്. സോ അവിടെ കൊടുത്തിരിക്കുന്ന സ്പേസ് ശ്രദ്ധിക്കുക. ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽസ് ആണ് ഇതെന്ന് മനസ്സിലാവാൻ, കമ്പൈലറിന് മനസ്സിലാവാനുള്ള വഴി ഇൻഡന്റേഷൻ മാത്രമാണ്. ഇതേ എഫിന് പാരലായിട്ട് തന്നെ നമ്മൾ ഇൽസ് എഴുതുന്നു. ഈ എൽസിന് കറസ്പോണ്ടിങ് ദെൻ കോളം നോർമലി എല്ലാത്തിൻ്റെയും കൂടെ കോളൻ ഉണ്ട്. ദെൻ അതിനുശേഷം ഈ എൽസിൻ്റെ ബ്ലോക്കിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതുന്നു. ദെൻ നെക്സ്റ്റ് ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽസ് ആണ് ഇത്. ദാറ്റ് ഈസ് ഈ കണ്ടീഷൻ ഫോൾസ് ആയാലാണ് ഇവിടേക്ക് വരിക. അപ്പോൾ ഈ കണ്ടീഷന് ഈ ഇഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽസ് ആണെന്ന് കാണിക്കാനായിട്ട് സെയിം പാരലായിട്ട് ഇൻഡന്റേഷൻ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് എൽസ് ആണെന്ന് കാണിക്കാനായിട്ട് ഇവിടെയും പാരലായിട്ട് ഇൻഡന്റേഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും ആ ബ്ലോക്കിൽ ഇൻറ്റൻറ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കുന്നു. ഇതാണ് ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ്. ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ നേരെ ടോപ്പ് ടു ബോട്ടം ആണ് വരുന്നത്. സോ ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് വരും. ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗെയിൻ വീണ്ടും ഒരു കണ്ടീഷനാണ്. സോ ഈ കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ 2 ചെക്ക് ചെയ്തിട്ട് അതും ട്രൂ ആണെങ്കിൽ മാത്രം അടുത്ത ഇഫ് കണ്ടീഷനിലേക്ക് വരും. ദാറ്റ് ഈസ് കണ്ടീഷൻ 3 ചെക്ക് ചെയ്യും. കണ്ടീഷൻ 3 ചെക്ക് ചെയ്തിട്ട് അതും ട്രൂ ആണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഈ എൽസിലേക്ക് ഒന്നും പോവില്ല, നേരെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് വൺ കേസ്. ഇനി നെക്സ്റ്റ് അനദർ കേസ്, ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇത് ട്രൂ ആണ്, അപ്പോൾ സോ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതും ട്രൂ ആണ്, സോ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ നേരെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് അനദർ കേസ്. ഇനി മറ്റൊരു കേസ്, ഇവിടെ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ ദെൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല. കാരണം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇത് ഫോൾസ് ആയ കാരണം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അത് പുറത്തേക്ക് വരും. സ്റ്റേറ്റ്മെൻറ്റ് 4 ഇങ്ങോട്ട് ആദ്യമൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് പുറത്തേക്ക് കിടക്കും. ഇനി വൺ മോർ കേസ്, ഇഫ് കണ്ടീഷൻ ദാറ്റ് ഈസ് ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഫോൾസ് ആവുന്ന കേസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ കണ്ടീഷൻ്റെ ഉള്ളിലുള്ള ഒറ്റ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യില്ല, പകരം നേരെ എൽസ് കേസിലേക്ക് വരും. അവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് 4 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അത് പുറത്തേക്ക് കിടക്കും. ഇങ്ങനെയാണ് ഒരു നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പുറത്ത് ഇഫ് എൽസിൻ്റെ ഉള്ളിൽ ഒരു ഇഫ് എൽസ്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എൽസ്, ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതല്ലാതെ പല മോഡലിലും നമുക്ക് നെസ്റ്റഡ് ഇഫ് എൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ കൺസിഡർ ദ ഫ്ലോ ചാർട്ട്. ഇവിടെ നമ്മൾ 2 ഇഫ് എൽസിൻ്റെ കേസാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഇഫ് എൽസിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എൽസ്. നമ്മൾ കാണിച്ച എക്സാമ്പിൾ സിൻറ്റാക്സിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ 2 എണ്ണത്തിൻ്റെ ഒരു കേസാണ് നമ്മൾ ഫ്ലോ ചാർട്ടിൽ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ 2 കണ്ടീഷനും ട്രൂ ആവുന്ന കേസിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഇത് പുറത്തേക്ക് കിടക്കും. ഓക്കെ, ഈ ബ്ലോക്ക് ഒന്ന് ഫുള്ളായിട്ട് പുറത്തേക്ക് കിടക്കും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 3 മാത്രം എക്സിക്യൂട്ട് ചെയ്യും. അത് പുറത്തേക്ക് കിടക്കും. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് കണ്ടീഷൻ 1 ട്രൂ ആണ്, പക്ഷേ കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ദെൻ പുറത്തേക്ക് കിടക്കും. അപ്പോൾ ഏതൊരു കേസിലാണെങ്കിലും ഏതെങ്കിലും ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമ്മൾ നേരത്തെ ലാഡർ എലിഫ് ലാഡറിൽ പറഞ്ഞ പോലെ തന്നെ ഏത് കണ്ടീഷൻ ട്രൂ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ അതെ, ഏത് കണ്ടീഷനാണോ ട്രൂ ആണോ ഫോൾസ് ആണോ അനുസരിച്ച് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ദെൻ കൺട്രോൾ അതിൻ്റെ പുറത്തേക്ക് കിടക്കും. ഓക്കെ, ദെൻ കൺസിഡർ ആൻ എക്സാമ്പിൾ. ഇവിടെ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഗിവൺ നമ്പർ 0 ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഒരു നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ പോസിറ്റീവോ നെഗറ്റീവോ 0 ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണിത്. ഓക്കെ, നെസ്റ്റഡ് കേസ് വെച്ചിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇതുപോലെ തന്നെ ദാറ്റ് ഈസ് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഉള്ളിലൊരു ഇഫ് എൽസ്, ഒരു ഇഫ് എൽസ്, അതിൻ്റെ ഉള്ളിലൊരു ഇഫ് എൽസ്, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുകയാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ വഴി ഒരു നമ്പറിനെ ഇൻപുട്ട് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ആ നമ്പർ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യണത്. സോ ആദ്യം ചെക്ക് ചെയ്യും നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആ കൊടുത്ത നം എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ ആണെങ്കിൽ അഗെയിൻ ഇവിടെ ചെക്ക് ചെയ്യുന്നത് അത് ഈക്വൽ ടു 0 ആണോ. ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ ദ വാല്യൂ ഷുഡ് ബി 0, നമുക്ക് 0 എന്ന് പ്രിന്റ് ചെയ്യാം. അതർവൈസ് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, പക്ഷേ ഇത് ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഇത് ഷുഡ് ബി എ പോസിറ്റീവ് നമ്പർ ആയിരിക്കും.
ഓക്കെ, ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത് തന്നെ ഫോൾസ് ആവും, ദാറ്റ് ഈസ് നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് തന്നെ ഫോൾസ് ആണെങ്കിൽ നേരെ യെസ് പള്ളിക്ക് വരും, ദാറ്റ് ഈസ് നമ്പർ ഈസ് നെഗറ്റീവ്. ഇങ്ങനെയാണ് ഒരു ഇഫ് എൽസ് വർക്ക് ചെയ്യുന്നത്. ഒരു സിമ്പിൾ നെസ്റ്റഡ് ഇഫ് എൽസ് ആണ്, ദാറ്റ് ഈസ് ഒരു സിംഗിൾ ഇഫ് എൽസിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എൽസ് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. നമ്മളിപ്പോൾ എൻ്റർ ചെയ്തത് 5 ആണെങ്കിൽ അതിനനുസരിച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിസൾട്ട് ആസ് പോസിറ്റീവ് നമ്പർ. ഓക്കെ, then we can have many levels of nesting inside if else statement. നമ്മൾ പറഞ്ഞു ഓൾറെഡി if else പലതരത്തിൽ നമുക്ക് നെസ്റ്റ് ചെയ്യാം. ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഇഫ് എൽ ഇഫ് ലാഡർ വെച്ചിരിക്കുകയാണ്. ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഉള്ളിൽ ഒരു ഇഫ് എൽ ഇഫ് ലാഡർ ആണ് വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ഇഫ് എൽസിൻ്റെ ഉള്ളിൽ ഒരു ഇഫ് എൽസ് വെക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇഫ് എൽസിൻ്റെ ഉള്ളിൽ ഒരു ലാഡർ തന്നെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല രീതിയിൽ നമുക്ക് നെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡൻറ്റേഷൻ ആണ്. ആ ഇൻഡൻറ്റേഷൻ അനുസരിച്ച് മാത്രമേ, നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞു ഇവിടുത്തെ ഇൻഡൻറ്റേഷൻ അനുസരിച്ച് മാത്രമാണ് ഏത് ഇഫ് ഏത് എൽസിന് കറസ്പോണ്ടിങ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇൻഡൻറ്റേഷൻ. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് decision making statements. We have already studied 4 decision making statement, that is simple if else, elif ladder, then nested if else. ഈ 4 decision making statements ആണ്. ഇതിന് decision making statements എന്ന് പേര് വരാൻ കാരണം ഒരു പർട്ടിക്കുലർ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് പല രീതിയിലാവും. ദാറ്റ് ഈസ് ട്രൂ ആണെങ്കിൽ ഒരു ഫ്ലോ ആയിരിക്കും, ഫോൾസ് ആണെങ്കിൽ വേറൊരു ഫ്ലോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. Okay, so I am going to wind up today's session. Thank you.